ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ റാസക്കൈമ മാർത്തോമ ചർച്ചിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ വികാരി, ഇവിടുത്തെ പള്ളിയിലച്ചൻ എൻ്റെ അളിയനാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കൃഷിത്തോട്ടമുണ്ട്. പക്ഷേ ഇപ്പം നല്ല ചൂടാണ്, എങ്കിലും പുള്ളി ആയ രീതിയിൽ അത് നടത്തുന്നുണ്ട്. നമുക്കവിടെ ആ കൃഷിത്തോട്ടം ഒന്ന് കാണാം. തണുപ്പ് സമയത്ത് ഇഷ്ടം പോലെ പച്ചക്കറിയായിരുന്നു, എനിക്കിഷ്ടം പോലെ കിട്ടുകയും ചെയ്തു. അപ്പോൾ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ഇവിടെ കോഴിയുണ്ട്. ഡെയിലി 2-3 മുട്ട കിട്ടുന്നുണ്ട്. മുട്ട ഇന്നേ വരെ എനിക്ക് തന്നിട്ടില്ല. നമുക്ക് നേരെ കൃഷിത്തോട്ടത്തിലോട്ട് കയറാം. ഇപ്പോൾ ഇച്ചിരി കുറവാണ് കൃഷി, എങ്കിലും ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് കറിവേപ്പിലയാണ്. കാട് പിടിച്ച് നിൽക്കുകയാണ്. കറിവേപ്പില നിൽക്കുന്നുണ്ടോ? ഇത് കറിവേപ്പിലയാണ്. അപ്പുറത്ത് ചീരയുണ്ട്, മാതളനാരകമുണ്ട്. ഈ പന്തലൊക്കെ നേരത്തെ പാവയ്ക്ക, പിന്നെ കോവയ്ക്ക, അതിൻ്റെയൊക്കെ പന്തലാണ്. ഇപ്പം തൽക്കാലം അതില്ല, ഈ ചൂടായതുകൊണ്ടാണ്. മധുരക്കിഴങ്ങുണ്ട്, പക്ഷെ നല്ല അത് അത്ര ഈ ചൂടത്ത് അങ്ങോട്ട് ആയതുകൊണ്ടാണ് ഇങ്ങനെ മഞ്ഞ കളർ നിൽക്കുന്നത്. പിന്നെ ചേനയുണ്ട്, അപ്പുറത്ത് ചേമ്പുണ്ട്, പച്ചമുളകുണ്ട്, വഴുതനങ്ങയുണ്ട്. വഴുതനയിൽ ഇപ്പോൾ 1-2 എണ്ണമൊക്കെ ഉണ്ട് കേട്ടോ. മുരിങ്ങയിൽ കായില്ല, പക്ഷേ മുരിങ്ങയ്ക്ക ഉണ്ട്. ഇവിടെ ഓമയൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഓമയുണ്ട്. ഇവിടെ നാരകത്തേൽ നാരങ്ങയുണ്ട് കേട്ടോ. നാരങ്ങ നിൽപ്പുണ്ട്. അതെനിക്കിടയ്ക്ക് കിട്ടാറുണ്ട്. ഇതവിടെ കപ്പ. ഒരിടയ്ക്ക് ഞാനാന്ന് തോന്നുന്നു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്, അച്ഛന് കൊടുത്തതാണ്. അത് വെച്ച് പിടിപ്പിച്ചു. കപ്പ അങ്ങോട്ട് ചൂടായതുകൊണ്ടായിരിക്കാം, അങ്ങോട്ട് ഉണ്ടായി വരുന്നേ ഉള്ളൂ. മുരിങ്ങയൊക്കെ ഇഷ്ടം പോലാണ് കേട്ടോ. നേരത്തെ മുരിങ്ങയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇപ്പം ചൂട് കൊണ്ടാണ്. അങ്ങനെ നമ്മൾ അച്ഛൻ്റെ കൃഷിത്തോട്ടത്തിൽ നിന്ന് വിരമിക്കുകയാണ്. ഏതായാലും ഇന്ന് ഞാൻ കുറച്ച് കറിവേപ്പില കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ വീട്ടിലേക്ക്. ഇഷ്ടം പോലാണ് കറിവേപ്പില. ഇത് തന്നെയല്ല, ഇദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പൂന്തോട്ടമൊക്കെ ഉണ്ട്. നമുക്കത് പോയി കാണാം. അതാ ഇവിടെ മുതൽ അദ്ദേഹത്തിൻ്റെ പൂന്തോട്ടം തുടങ്ങുക. ഇതൊരു ഓമയാണേ. ഇപ്പോൾ ഈ ചൂടായതുകൊണ്ട് ഒരല്പം കുറവുണ്ട്, പക്ഷേ തണുപ്പ് സമയത്തൊക്കെ നല്ല ഭംഗിയാണ് ഇവിടെ പൂന്തോട്ടമൊക്കെ. അദ്ദേഹം നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതാ നോക്കൂ, ഇത് 10 മണി ചെടിയാണ്. ഇപ്പോൾ ഈവനിങ് ആയതുകൊണ്ടാണ് അത്ര ഭംഗിയില്ലാതെ നിൽക്കുന്നത്. രാവിലെ ആണെങ്കിൽ നല്ല ഭംഗിയായിരുന്നു. ഇവിടെ ഒരു 3-4 സൂര്യകാന്തി നിൽപ്പുണ്ട്, നിങ്ങളെ കാണിക്കാം. ഇതാ നോക്ക്, എന്തൊരു ഭംഗിയാണോ സൂര്യകാന്തി. ഇവിടെ ഒരു തെങ്ങുണ്ടായിരുന്നേ, അത് ഇടയ്ക്ക് മറിഞ്ഞു പൊട്ടിപ്പോയി. സൂര്യകാന്തി ഒരു 4-5 എണ്ണമുണ്ട് സൂര്യകാന്തി. എന്തൊരു വലുപ്പം അത്. അലോവേര ഇഷ്ടം പോലെ. പിന്നെ അങ്ങോട്ടുണ്ട്, അവിടെയൊക്കെ ഈന്തപ്പന, പിന്നെ അങ്ങനെ കുറച്ച് അപ്പുറത്തൊക്കെ കുറച്ചുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അച്ഛൻ്റെ കൃഷിത്തോട്ടവും പൂന്തോട്ടമൊക്കെ. അപ്പോൾ നമ്മൾ കണ്ടല്ലോ. ഇനി കാണണം വരെ ഗുഡ് ബൈ.